നമ്മൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബൈബിളിലുള്ള ചില കഥകളെല്ലാം ഖുർആനിലുമുണ്ട്, എന്നാൽ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സത്യത്തിൽ ഈ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതാണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ബൈബിളിൽ നിന്ന് ഖുർആൻ കോപ്പി അടിച്ചിട്ടുള്ളതാണോ എന്ന ചോദ്യത്തിന് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ബൈബിളും ഖുർആനും തമ്മിലുള്ള സാമ്യതകൾ, അതിലെ വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു മതത്തെയും പിന്താങ്ങുന്നുമില്ല, യാതൊരു മതത്തെയും നമ്മൾ എതിർക്കുന്നുമില്ല. വസ്തുതകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യകാലം മുതലേക്ക് ഒരു ചോദ്യം മനുഷ്യനെ പിന്തുടരുന്നുണ്ട്. ദൈവം ആരാണ്? ദൈവം നമ്മോട് എന്താണ് പറഞ്ഞത്? ഈ ചോദ്യം കേട്ട് വളർന്നിട്ടുള്ള 3 വലിയ വിശ്വാസങ്ങളുണ്ട്: ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. പക്ഷേ ഇവിടെ ഒരു സംശയം, പലരും ചോദിക്കുന്ന സംശയം, ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി ചെയ്ത പുസ്തകമാണോ? ഈ ചോദ്യം ഒരാൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നതുകൊണ്ട് മാത്രം ഉയരുന്ന ഒരു സംശയമല്ല. ഇത് ഒരു ചരിത്ര ചോദ്യം തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ശാന്തമായി, ആരെയും ആക്രമിക്കാതെ, ആരെയും തരം താഴ്ത്താതെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബൈബിൾ ഒരൊറ്റ പുസ്തകമല്ല, പല തലമുറകൾ കഴിഞ്ഞതുകൊണ്ട് എഴുതപ്പെട്ട വലിയൊരു ശേഖരമാണിത്. ഇതിൽ പഴയ കഥകൾ, പ്രവാചകരുടെ ഉപദേശങ്ങൾ, കവിതകൾ, ജീവിതാനുഭവങ്ങൾ എല്ലാം ഉള്ളതാണ്. പഴയ നിയമം, അതായത് മോശയുടെ നിയമങ്ങളോട് തുടങ്ങുന്ന കഥകൾ, പിറകെ പ്രവാചകരുടെ പഠനം, പിന്നെ യേശുവിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ ലേഖനം, അങ്ങനെയൊക്കെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിൾ ഒരു കഥ പറയുമ്പോൾ അത് ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ രീതിയിലാണ് കഥ നമ്മളോട് അത് വിശദമാക്കി തരുന്നത്. ആളുകളുടെ പേരുകൾ, സ്ഥലങ്ങൾ, വർഷങ്ങൾ എല്ലാം വിശദമായി തന്നെ പറയാറുണ്ട്. ഈ ഖുർആനിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി 23 വർഷം കൊണ്ട് കൈപ്പറ്റിയ സന്ദേശങ്ങളുടെ സമാഹാരമാണ്. അതിലെ ഭാഷ കവിത പോലെയാണ് ഒഴുകുന്നത്, അതായത് ഒരു കാവ്യാത്മകമായ രീതിയിൽ ഉള്ള ഭാഷയാണ്. കഥ പറയുന്നത് പാഠത്തെ മുൻനിർത്തിയാണ്. അതായത് ഒരു കഥ പറയുമ്പോൾ അതിൽ നിന്ന് മനുഷ്യന് ഉൾക്കൊള്ളാനുള്ള പാഠത്തെയാണ് അത് പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത്. ഒരു കഥ ബൈബിളിൽ വളരെയധികം വിശദമായി വരുമ്പോൾ അതേ കഥ ഖുർആനിൽ ചെറിയ വരികളിൽ ഒരു സന്ദേശം മാത്രം മുന്നോട്ട് വെച്ച് വരുന്നു. അതുകൊണ്ട് തന്നെ കോപ്പി അടിച്ചു എന്ന വാക്ക് ഇവിടെ പൊരുത്തപ്പെടുന്നില്ല. അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തിന് മുമ്പേ ജൂതരും ക്രിസ്ത്യാനിയും വളരെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു. അവരുടെ കഥകളും ഗാനങ്ങളും ഉപദേശങ്ങളും വ്യാപാര പാതകളിലൂടെ വളരെയധികം പരന്നിരുന്നു. ഇബ്രാഹിം, നൂഹ്, മൂസ ഇവർ എല്ലാം ഒരു പ്രദേശത്ത് ആരാധിക്കപ്പെട്ടിരുന്ന വലിയ വ്യക്തികളായിരുന്നു. അതുകൊണ്ട് 3 മതങ്ങളിലും ഒരേ പേരുകൾ വരുന്നത്. പക്ഷേ പേരുകൾ ഒരേതാണെന്ന് പറഞ്ഞാലും കഥകൾ കോപ്പി ചെയ്തതാണെന്നുള്ളത് ശരിയല്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ആദവും ഹവ്വയും ചെയ്ത പാപം പൂർണ്ണ മനുഷ്യരിൽ പകരുന്നത് പോലെ പറയുന്നു. ഇതിനെ പൈതൃക പാപം എന്ന് പറയുന്നു. ഖുർആനിൽ അവർ പിഴച്ചു, പക്ഷേ ദൈവം അവരോട് ക്ഷമിച്ചു. പാപം തലമുറകൾക്ക് പകരുന്നതല്ല. 2 മതങ്ങളും പറയുന്ന ആശയം പൂർണ്ണമായി വിരുദ്ധമാണ്. അതായത് ഖുർആനിൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ അയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, അത് തലമുറകൾക്ക് കൈമാറുന്നതല്ല. എന്നാൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം അതിനെ നിങ്ങൾക്ക് പുറത്തു തരുന്നതായിട്ടും പറയുന്നുണ്ട്. ആകയാൽ ആദമിൻ്റെ പാപത്തിൻ്റെ, അല്ലെങ്കിൽ ആദം ചെയ്ത പാപത്തിൻ്റെ ഭാരം എല്ലാ മനുഷ്യരും ചുമക്കേണ്ടതായിട്ട് വരുന്നില്ല. 2 മതങ്ങളും പറയുന്ന ആശയം പൂർണ്ണമായി വിരുദ്ധമാണ്. അതിനാൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കോപ്പിയാണെന്ന് ഇവിടെയും പറയാൻ സാധിക്കുന്നില്ല. ബൈബിളിൽ നൂഹ് നബിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ കപ്പലിൻ്റെ അളവ്, മൃഗങ്ങളുടെ എണ്ണം, ദിവസം, വയസ്സ് എല്ലാം ഉള്ളതാണ്. ഖുർആനിൽ ഇവ ഒന്നുമില്ല, പാഠം മാത്രം. സത്യത്തിലേക്ക് വിളിച്ചവർ പരിഹസിക്കപ്പെട്ടു. ഈ ശൈലിയും പൂർണ്ണമായി വ്യത്യാസമാണ്. ഇനി എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിൾ ഈസാക്ക് ബലിയർപ്പിക്കപ്പെട്ടു. ഖുർആനിൽ അത് ഇസ്മായിലാണ്. പേര് തന്നെ വ്യത്യസ്തമാണ്. ഒരാൾ കോപ്പി ചെയ്താൽ പേര് ഇത്തരത്തിലൊക്കെ മാറുമോ? യൂസുഫ്, ബൈബിളിലെ യൂസുഫ് കഥ നീളമുള്ള വലിയ ചരിത്രമാണ്. ഖുർആൻ ഹൃദയസ്പർശിയായ ഒരു പാഠകഥയാണ് നൽകുന്നത്. 2 പുസ്തകങ്ങളും കഥ പറയുന്ന രീതിയിൽ കൂടുതൽ വ്യത്യാസമുണ്ട്. ഈശോ അല്ലെങ്കിൽ ഈസാ നബി ബൈബിളിൽ ദൈവപുത്രനായിട്ട് പറയുന്നു. ഖുർആൻ പ്രവാചകനായിട്ട് തന്നെ പറയുന്നു. ബൈബിൾ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു, ഖുർആനിൽ ക്രൂശിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു. ഇവ രണ്ടും പൂർണ്ണമായി വിരുദ്ധമാണ്. ഒരാൾ മറ്റൊന്നിൽ നിന്ന് കോപ്പി ചെയ്താൽ ഇങ്ങനെ വിരുദ്ധമാകാൻ സാധ്യതയില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ക്രിസ്ത്യൻ പണ്ഡിതരുടെ വാദങ്ങളെക്കുറിച്ചാണ്. മുഹമ്മദ് നബി ബൈബിൾ കേട്ടിരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ആ കാലത്ത് പൂർണ്ണ ബൈബിൾ അറബി ഭാഷയിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, അറേബ്യയിൽ യേശുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണ വിവരങ്ങൾ കിട്ടുമായിരുന്നു എന്ന് തെളിവില്ല. ഭക്ഷണം തേടിയ സാധാരണ വ്യാപാരികൾക്ക് വലിയ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ അവസരമില്ലായിരുന്നു. എന്തെന്നാൽ നമ്മുടെ നാട് പോലെയല്ല, അറേബ്യൻ മണ്ണുകളിൽ അവരെപ്പോഴും വ്യാപാരത്തിൽ മുഴുകിയിരുന്നു. കാരണം അത്രത്തോളം ദാരിദ്ര്യമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇന്ധനമൊന്നും കണ്ടുകിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ അറേബ്യൻ മണ്ണുകളെല്ലാം ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 3 തലങ്ങളിലും കഥകൾ ഒരുപോലെ വരുന്നത് അവ ഓരോ പ്രദേശത്തിലെ പുരാതന സംസ്കാരത്തിൽ നിന്ന് വളർന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു പാരമ്പര്യത്തെ പങ്കിട്ട് വന്നത് കാരണമായിട്ട് ആണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് കോപ്പിയല്ല എന്ന് നമുക്ക് അവിടെയും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇസ്ലാമിക പണ്ഡിതർ ഇതിനെക്കുറിച്ച് പറയുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഖുർആൻ വന്നപ്പോൾ അന്നത്തെ ജൂതരാജ്യം ക്രിസ്ത്യാനികളും പറയുന്ന കാര്യങ്ങളിൽ പല ടെക്നോളജിക്കൽ ആശയമാറ്റങ്ങളും വരുത്തി. മതവിശ്വാസം തന്നെ പൂർണ്ണമായി വ്യത്യാസമാണ്.
അതിനാൽ കോപ്പി എന്ന വാക്ക് ഇവിടെയും ശരിപ്പെടുന്നില്ല. ചരിത്രത്തിൻ്റെ അന്തിമ നിഗമനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വർഷങ്ങളോളം പഠിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായം വളരെ ലളിതമാണ്. 3 മതങ്ങളിലുമുള്ള ഒരേ കഥകൾ ഒരേ സംസ്കാരത്തിൽ നിന്നുള്ള പാരമ്പര്യ കഥകളാണ്. ഖുർആൻ ബൈബിൾ കോപ്പി ചെയ്തതല്ല, ഉള്ളടക്കത്തിൽ വൻ വ്യത്യാസമുണ്ട്. സന്ദേശത്തിലും വ്യത്യാസവും ശൈലിയിലും വ്യത്യാസം. അതുകൊണ്ട് മതം മനുഷ്യനെ വഴികാട്ടുന്ന ഒരു പ്രകാശമാണ്, പക്ഷേ അത് ഉപയോഗിച്ച് നമ്മളെ വേർതിരിക്കുന്നതല്ല ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കഥകൾ ഒരുപോലെ വരുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരേ വേരിൽ നിന്നാണ് വളർന്നതെന്നും മനസ്സിലാക്കും. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത നിങ്ങൾ പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വീഡിയോയിൽ കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക. അത് കാരണമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാൻ അത് കാരണമാകുന്നതായിരിക്കും. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.